എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാഹചര്യമാണ് UK നടന്നുകൊണ്ടിരിക്കുന്നത്. NHS ട്രസ്റ്റുകളിൽ നിന്നും ജോലിയിൽ നിന്നും പുറത്താക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി പല NHS ട്രസ്റ്റുകളും ജീവനക്കാരെ പിരിച്ചുവിടുകയാണ്. ഇൻ്റഗ്രേറ്റഡ് കെയർ ബോർഡുകളുടെ പ്രവർത്തന ചെലവ് പകുതിയോളമാക്കി കുറയ്ക്കണമെന്ന ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഉത്തരവിറങ്ങിയതോടെ പല ICBകളും ലയിപ്പിച്ച് അവയുടെ എണ്ണം കുറയ്ക്കാനുള്ള പദ്ധതികളും സജീവമാണ്. ഫലത്തിൽ ഇത് നിരവധി പേരുടെ തൊഴിൽ നഷ്ടത്തിൽ കലാശിക്കും എന്നത് ഉറപ്പാണ്. ഈ വർഷം സാമ്പത്തിക കമ്മി ഏകദേശം 7 ബില്യൺ പൗണ്ടോളം ആയ സാഹചര്യത്തിലാണ് NHS കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത്. നേരത്തെ 300ഓളം പേരെ പിരിച്ചുവിടുമെന്ന് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബർമിംഗ്ഹാം NHS ഫൗണ്ടേഷൻ ട്രസ്റ്റ് അറിയിച്ചിരുന്നു. ഏകദേശം 130 മില്യൺ പൗണ്ടോളമാണ് ഇതുവഴി ലാഭിക്കാൻ കഴിയുന്നത് എന്നുകൂടി അവർ പറയുന്നു. തൊട്ടുപുറകെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഓഫ് നോർത്ത് സ്റ്റാഫോർഡ്ഷറും 480 പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. പിന്നീട് പല NHS ട്രസ്റ്റുകളും സമാനമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നിരയിൽ ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്നത് നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ NHS ട്രസ്റ്റ് തന്നെയാണ്. അടുത്ത വർഷം 97 മില്യൺ പൗണ്ടിലധികം ലാഭിക്കാനായി 100 കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങുകയാണ് NHS ട്രസ്റ്റുകൾ. നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ NHS ട്രസ്റ്റ് ഇന്നലെ അറിയിച്ചത് അവരുടെ പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും ചുരുങ്ങിയത് 430 പേർക്കെങ്കിലും തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ്. ക്യൂൻസ് മെഡിക്കൽ സെൻ്റ്, സിറ്റി ഹോസ്പിറ്റൽ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ട്രസ്റ്റ് പറയുന്നത് സേവനങ്ങളിൽ പരിഷ്കാരം വരുത്തുന്നതിനും രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നതിനും വേണ്ടിയാണിതെന്നാണ് പറയുന്നത്. പരിധിക്കുള്ളിൽ നിന്ന് പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ ട്രസ്റ്റിന് നികുതിദായകരോട് ഉത്തരവാദിത്തമുണ്ടെന്ന് NHS ചീഫ് എക്സിക്യൂട്ടീവ്സ് അറിയിക്കുകയുണ്ടായി. രോഗം വരാതെ പ്രതിരോധിക്കുക, അതുപോലെ രോഗികളെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ചികിത്സിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സേവനത്തിൽ മാറ്റങ്ങൾ വരുത്താനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. രോഗികൾക്ക് അവരുടെ അപ്പോയിൻമെൻറ്റുകൾ മാനേജ് ചെയ്യാനും പരിശോധന റിപ്പോർട്ടുകൾ കാണാനും സഹായിക്കുന്ന പുതിയ ഡിജിറ്റൽ ആപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിനായി ഒരുക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതേസമയം ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങിയ മുൻനിര ആരോഗ്യ പ്രവർത്തകർക്ക് തൊഴിൽ നഷ്ടമാകില്ലെന്നാണ് അറിയുന്നത്. NHS കമ്മ്യൂണിക്കേഷൻ, എസ്റ്റേറ്റ്സ്, ഫിനാൻസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും ഇത് ബാധിക്കുക. ഈ മേഖലകളിൽ കൂടുതലായി ഓട്ടോമേഷൻ കൊണ്ടുവരുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. NHSന്റെ 101 കോൾ സെൻ്ററുകൾക്ക് സേവനം നൽകുന്ന ഒരു ഹെൽത്ത് കെയർ സ്ഥാപനം അടച്ചുപൂട്ടിയതോടെ 100-ലധികം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. സ്റ്റോക്ടൺ ഓൺ ടീസ്, ന്യൂകാസിൽ എന്നിവ ഉൾപ്പെടെ UKയിൽ നിരവധി കേന്ദ്രങ്ങളിൽ സേവനം നൽകുന്ന ടോട്ടലി എന്ന കമ്പനിയിൽ മൊത്തം 1400 ജീവനക്കാരാണ് ഉള്ളത്. പലർക്കും തൊഴിൽ നഷ്ടപ്പെടും എന്നും സ്ഥിരീകരിക്കുമ്പോഴും കൃത്യമായി എത്ര പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്നത് കമ്പനി വ്യക്തമാക്കുന്നില്ല. മറ്റൊരു ഹെൽത്ത് കെയർ സ്ഥാപനമായ PHL ഗ്രൂപ്പിന് ഈ കമ്പനി വിറ്റു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 600 ജീവനക്കാരെ പുതിയ കമ്പനിയിലേക്ക് മാറ്റിയതായും അറിയുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ NHS 101 സപ്പോർട്ട് കരാർ നഷ്ടപ്പെട്ടതോടെ ടോട്ടലി ഏറെ ക്ലേശകരമായ ഒരു അവസ്ഥയിലേക്ക് കൂടി പോവുകയായിരുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള NHS ട്രസ്റ്റുകളുടെ ചെലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി തൊഴിൽ നഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി ട്രസ്റ്റ് ജീവനക്കാരെ വളരെയധികം വേദനിപ്പിക്കുന്ന തീരുമാനങ്ങളാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ പല ആളുകളുടെയും ജോലി നഷ്ടമാകുകയും അവരുടെ ജീവിതം കഷ്ടത്തിലാവുകയും ചെയ്യുന്ന സാഹചര്യം ബ്രിട്ടനിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ NHS ഒരു സേഫ് സോണാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾക്കെല്ലാം ഒരു തിരിച്ചടി നൽകുന്ന നിയമമാറ്റങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി.